ഹായ് ഫ്രണ്ട്സ്, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസിൽ പോയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനുകൾ കറക്റ്റായി തന്നെ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ബൗൾ നിറയെ ഞാനിവിടെ ഷമാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു ഷമാമിൻ്റെ പകുതി ഉണ്ടാവും കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ് പാലാണ്. ഐസ് പാൽ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ തണുത്ത വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അഴിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രൂട്ട്സ്, ആപ്പിളോ അല്ലെങ്കിൽ ഉറുമാമ്പഴമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഓരോ ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്കസ് ഞാനിതിലേക്ക് ഓരോ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കസ്കസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് വെറും ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജ്യൂസ് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.